ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഏത് പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സന്യാസിയും ശിഷ്യനും. നല്ല കഥയല്ലേ? നമുക്കൊക്കെ ഇഷ്ടായില്ലേ? സന്യാസി തന്റെ ശിഷ്യനോട് വസ്ത്രത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് പറയുന്നതായിരുന്നു പാഠഭാഗം. ശിഷ്യനാണെങ്കിലോ ഡ്രസ്സില്ലാതെ പുതിയൊരു ഡ്രസ്സ് വാങ്ങിക്കണം എന്നൊരാഗ്രഹം തോന്നുന്നു. അത് തന്റെ സന്യാസിയോട്, തന്റെ ഗുരുനാഥനോട് പറയുന്നതാണ് പാഠഭാഗം. നിങ്ങൾക്കും കടയിലൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഇഷ്ടംപോലെ ഡ്രസ്സുകളൊക്കെ കാണും, പുതിയത് വാങ്ങിക്കണം തോന്നും. പുതിയത് വാങ്ങിക്കഴിഞ്ഞാൽ പഴയത് എന്താ നിങ്ങൾ ചെയ്യാ? നാശാക്കി കളയോ? പാവപ്പെട്ടവർക്ക് ആർക്കെങ്കിലും കൊടുക്കാം, വേറെ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്നതാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളാണെങ്കിലോ ഷെയർ ചെയ്യണം, അതായത് മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. ഒരു സാധനവും വെറുതെ ആവശ്യമില്ലാതെ ഉപയോഗമില്ലാതെ നശിപ്പിച്ചു കളയാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ പാഠഭാഗം. എല്ലാവരും ടെസ്റ്റ് വായിച്ചു അല്ലേ? നല്ലപോലെ ടെസ്റ്റ് വായിക്കണം. പരീക്ഷയ്ക്ക് ടെസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. അർത്ഥവും പര്യായവും ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഈ പദങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് പരിചിതമാകണം. ഞാൻ വായിക്കാം, നിങ്ങളൊപ്പം ടെസ്റ്റിലേക്ക് നോക്കണം. കൈ വെച്ച് ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം. ഇപ്പൊ ഏതായാലും നമ്മൾ ഇവിടുന്ന് ആദ്യ ഭാഗം ഒന്നുകൂടിയും വായിക്കാം. കഥ നമുക്ക് ഓർമ്മയിൽ വരാൻ വേണ്ടിയാണ്. ഒരിക്കൽ ഒരു സന്യാസിയോട് ശിഷ്യൻ തന്റെ വസ്ത്രങ്ങൾ പഴകിയതിനാൽ ഒരു പുതിയ വസ്ത്രം തരണമെന്ന് അപേക്ഷിച്ചു. സന്യാസി അനുവാദം നൽകി. അടുത്ത ദിവസം സന്യാസി ആ ശിഷ്യനോട് ചോദിച്ചു, പുതിയ വസ്ത്രങ്ങൾ കിട്ടിയോ? നിനക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ? ശിഷ്യൻ പറഞ്ഞു, ഗുരു, പുതിയ വസ്ത്രം കിട്ടി. അങ്ങേക്ക് നന്ദി. അങ്ങനെക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് നന്ദി. നിങ്ങൾ താങ്ക് യു എന്നൊക്കെ പറയില്ലേ? അതേപോലെ നന്ദി എന്നാണ് മലയാള പദം. എനിക്ക് മറ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. എനിക്ക് പുതിയ വസ്ത്രത്തിന്റെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സന്യാസി, പഴയ വസ്ത്രം നീ എന്തു ചെയ്തു? ശിഷ്യൻ, അത് ഞാൻ കിടക്കവിരിയായി ഉപയോഗിക്കുന്നു. ഞാനത് നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. പുതിയത് കിട്ടിയപ്പോൾ പഴയത് ദൂരെ വലിച്ചെറിയൊന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? കിടക്കവിരിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. സന്യാസി, അപ്പോൾ നീ പഴയ കിടക്കവിരി കളഞ്ഞോ? നീ ഇത്രകാലം ഉപയോഗിച്ചിരുന്ന കിടക്കവിരി അത് നീ കളഞ്ഞോ? ശിഷ്യൻ, ഇല്ല, അത് ഞാൻ ജനൽമറയായി ഉപയോഗിക്കുന്നു. നമ്മൾ ജനലിന് കർട്ടൻ ഇടില്ലേ? ആ കർട്ടനെയാണ് അന്ന് ജനൽമറ എന്ന് പറഞ്ഞത്. അപ്പൊ ജനലിന്റെ അടുത്ത് നിങ്ങൾ കർട്ടൻ ഇടുന്നുണ്ട്. ആ കർട്ടനായിട്ട് ഞാൻ എന്ത് ഉപയോഗിച്ചു? എന്റെ പഴയ കിടക്കവിരി ഉപയോഗിച്ചു. സന്യാസി, ആ പഴയ ജനൽമറ നീ എന്തു ചെയ്തു? സന്യാസി, അതിപ്പോൾ അടുക്കളയിൽ ചൂടുപാത്രങ്ങൾ പിടിക്കാനായി ഉപയോഗിക്കുന്നു. ഇപ്പൊ ചൂടുപാത്രങ്ങൾ പിടിക്കാൻ നമ്മൾ പക്കട് ഉപയോഗിച്ചിട്ട് പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കില്ലേ? അന്ന് തുണി തന്നെയാണ് ഉപയോഗിക്കുക. അപ്പൊ ആ തുണി ചൂടുള്ള പാത്രങ്ങൾ ഇറക്കി വെക്കാനായി അതിനായിട്ടുള്ള ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ ആ പഴയ കിടക്കവിരി ഉപയോഗിച്ചു. അതായത് ജനൽമറ ഇട്ടിട്ടുണ്ട്. ആ തുണി എടുത്തിട്ട് എന്തായിട്ട് ഉപയോഗിച്ചത്? ചൂടുപാത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഇതിനായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നു. അപ്പൊ അതും നശിപ്പിച്ചു കളഞ്ഞിട്ടില്ല. ശിഷ്യൻ, സന്യാസി, അത് നേരത്തെ ഉപയോഗിച്ച തുണി എന്ത് ചെയ്തു? ശിഷ്യൻ, അത് നിലം തുടയ്ക്കാനായി ഉപയോഗിക്കുന്നു. അപ്പോ ഓരോ വസ്തു അതിന്റെ ഉപയോഗം കഴിഞ്ഞാൽ മറ്റൊന്നിനായി ഉപയോഗപ്പെടുത്തുന്നു. അതായത് നശിപ്പിച്ചു കളയുകയല്ല ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡ്രസ്സുകളായാലും നശിപ്പിച്ചു കളയാതായി ഒരു ഉപയോഗം കഴിഞ്ഞാൽ അടുത്ത ഉപയോഗത്തിലേക്ക് നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ പാഠഭാഗം, ഇന്നേക്കുള്ള പാഠഭാഗം ഒന്നും കൂടി വായിക്കാം. നിങ്ങളത് ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കണം. ശിഷ്യൻ, ഇല്ല, അത് ഞാൻ ജനൽമറയായി ഉപയോഗിക്കുന്നു. സന്യാസി, ആ പഴയ ജനൽമറ എന്തു ചെയ്തു? ശിഷ്യൻ പറയാണ്, അതിപ്പോൾ അടുക്കളയിൽ ചൂടുപാത്രങ്ങൾ പിടിക്കാനായി ഉപയോഗിക്കുന്നു. സന്യാസി, അത് നേരത്തെ ഉപയോഗിച്ചിരുന്ന, അതായത് ചൂട് പിടിക്കാനായിട്ട് തുണികൾ ഇറക്കി വെക്കാൻ, പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കാനായിട്ടുള്ള തുണി ഉണ്ടായിരുന്നില്ലേ? അതെന്താ ചെയ്തത്? അത് നിലം തുടയ്ക്കാനായി ഉപയോഗിക്കുന്നു. അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പാഠം നിങ്ങൾ നന്നായിട്ട് വായിക്കണം. ഒരു സാധനവും നശിപ്പിച്ചു കളയരുത്. അതിന്റെ ഉപയോഗം കഴിഞ്ഞാൽ മറ്റു ഉപയോഗങ്ങൾക്കായി അത് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ പാഠഭാഗത്ത് വരുന്ന പ്രധാന വേർഡ്സ് ഉണ്ട്, നിങ്ങൾ എഴുതി പഠിക്കണം. ടെക്സ്റ്റ് ബുക്ക് 5 പ്രാവശ്യം വായിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കോപ്പി ബുക്കിന്റെ കാര്യം. ആ കോപ്പി 2 പേജ് നിങ്ങൾ ആഴ്ചയിൽ എഴുതണം. ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ എനിക്ക് കാണിച്ചു തരണം. ഈ നോട്ട്സ് എഴുതിയെടുത്തതും ഞാൻ എഴുതി പഠിക്കാൻ പറഞ്ഞതും നിങ്ങൾ എനിക്ക് ലൈവ് ക്ലാസ്സിൽ കാണിച്ചു തരാനായിട്ടുള്ളതാണ്. മറന്നു പോകരുത്.
ആർട്ട് ഇന്റഗ്രേഷനെ പറ്റിയിട്ട് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട്. അതായത് ഇപ്രാവശ്യത്തെ നമുക്ക് ആർട്ട് ഇന്റഗ്രേഷൻ തന്നിരിക്കുന്നത് ഹിമാചൽ പ്രദേശിന്റെ ഫലമായ ആപ്പിളിനെ കുറിച്ച് 2 വാചകം എഴുതാനാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു A4 ഷീറ്റ് എടുക്കുക, 4 സൈഡും വരയ്ക്കുക, എന്നിട്ട് ആപ്പിളിന്റെ ചിത്രം ഒട്ടിച്ച് ആപ്പിളിനെ പറ്റിയിട്ട് 2 വാചകം നിങ്ങൾ എഴുതണം. എന്നിട്ട് മാമിനെ അയക്കണം. അത് നിങ്ങൾക്ക് ഇപ്രാവശ്യം തന്നെ ഒരു വർക്ക് കൂടിയാണ്. ആർട്ട് ഇന്റഗ്രേറ്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതിലുള്ള ടോപ്പിക്ക് ഏതെങ്കിലും ഫലം, അതായത് ഹിമാചൽ പ്രദേശാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഹിമാചൽ പ്രദേശിന്റെ ഫലമായ ആപ്പിളിനെ പറ്റിയിട്ട് നിങ്ങൾ 2 വാചകം എഴുതണം. ഇപ്പൊ A4 ഷീറ്റിൽ നിങ്ങളുടെ പേര്, ക്ലാസ് ഇതൊക്കെ എഴുതുക. അതിനുശേഷം ആപ്പിളിന്റെ ചിത്രം ഒട്ടിക്കുക. ആപ്പിളിനെ പറ്റി 2 സെന്റൻസ് എഴുതുകയും വേണം. നന്ദി.